നിങ്ങൾക്ക് നിങ്ങളെക്കുറിച്ച് ചില സ്വപ്നങ്ങളില്ലേ? ആരോടും പറയാതെ ഉള്ളിൽ സൂക്ഷിക്കുന്ന സുന്ദരമായ ചില പ്രതീക്ഷകൾ. ഒരാളെ മറ്റൊരാളിൽ നിന്നും വേറിട്ട് നിർത്തുന്നത് ഒരായുസ് മുഴുവൻ നമ്മൾ ആരോടും പറയാതെ സൂക്ഷിക്കുന്ന ആ രഹസ്യങ്ങളാണ്. ഈ സാധാരണക്കാരനായ നാട്ടിൻപുറത്തുകാരൻ പയ്യന്റെ മനസ്സിൽ അവൻ പോലും അറിയാതെ ഒരു സ്വപ്നത്തിന്റെ തിരക്കഥ ഇങ്ങനെയാണ് ആരംഭിക്കുന്നത്. മഹാഭാഗ്യം എന്റെ പൊന്നെ, നിനക്ക് ഈശ്വരാധീനം ഉണ്ടല്ലോ എന്റെ കൊച്ചനെ. നോക്കിയേ, അട്ടച്ചുഴി കണ്ടോ? ഈ കഴിഞ്ഞ 19 ആണ്ടിനിടയിൽ ഇത്രയും കുറ്റമൊട്ട ലക്ഷണം കണ്ടിട്ടില്ല. അതാരാണെന്ന് അറിയോ? നാഗേശ്വര റാവ്. ഞാൻ തൊട്ടിട്ടുണ്ട് ആ തളി. കണ്ടോ? ഈ ഭാഗ്യം കൈവെള്ളയിൽ ഇരിക്കട്ടെ. ഈ അപ്പൂപ്പൻ പറയുന്നത് ഓർമ്മയിൽ ഉണ്ടായിരുന്ന മതി. എന്റെ അവനി വാഴ്വ് സിനിമയില. അവിടെ രാജാവായിട്ട് വിലസും. ഈ കണ്ണാടി സത്യം, ഈ കേശവൻ സത്യം. അന്ന് ആ കേശവ പെരുമാളായിരുന്നു അവന്റെ സ്വപ്നങ്ങളിലേക്ക് സിനിമ എന്ന വെള്ളിത്തിളക്കത്തെ ചേർത്ത് വെച്ചത്. ഉള്ളം കൈയിൽ നിന്നും കൈമോശം വരാതെ അവൻ ആ ഭാഗ്യത്തെ ചേർത്ത് പിടിച്ചു. നമുക്ക് മുന്നിലായി रिश्ते में तो हम तुम्हारे बाप होते हैं। हाय, नाम है शहंशाह। നാട്ടിൻപുറത്തെ ഉത്സവ പറമ്പുകളിൽ ഞാൻ ഉറക്കമൊഴിഞ്ഞു നിന്ന കണ്ട ഒരു സ്വപ്നമായിരുന്നു മദിരാശി. അവിടുത്തെ വലിയ വാതിലുകളിൽ മുട്ടാൻ ദൈവം എനിക്കൊരു വലം കൈ തന്നു. സിദ്ദിഖ് മുഹമ്മദ് എന്ന സിദ്ധു. ഗുഡ് മോർണിംഗ്. സിദ്ധു എവിടെ? സാർ ആ സ്പടിക്കുന്ന ടൈറ്റിൽ കൺഫേം ചെയ്തോട്ടെ. സിദ്ധു സിദ്ധു ലാലു വന്നോ? ലാലേട്ടൻ സോറി ലാൽ സാർ വീട്ടിൽ നിന്ന് പുറപ്പെട്ടുണ്ട് സാർ. ഓക്കെ. അപ്പോഴേ ചാക്കോച്ച ഒന്ന് കൺഫേം ആക്കിയിട്ട് കൊടുത്താൽ വിളിച്ചോളാം. ശരി സാർ. സാർ 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 എൻ്റെ ഒരു സുഹൃത്ത് നാട്ടിൽ നിന്ന് വന്നിട്ടുണ്ട്. സാറിന് ഒന്ന് പരിചയപ്പെടാൻ വേണ്ടിയിട്ടാണ്. ഒന്ന് വിളിച്ചോട്ടെ. ഇതാ അവിടെ. ഓക്കെ. കൊള്ളാം. ഇവന്റെ കണ്ണില് ഒരു കോൺഫിഡൻസ് ഉണ്ട്. അഭിനയിച്ച് ചീത്തയായിട്ടില്ല. എന്താ പേര്? ജയ്. ഞാൻ 1.5 വർഷമായിട്ട് ഈ പടത്തിന്റെ പുറകില്ല. ഇനി ഇത് കഴിഞ്ഞ അടുത്ത പടത്തെക്കുറിച്ച് ആലോചിക്കും. അല്ല സിദ്ദിഖേ, സിദ്ദിഖല്ലേ വില്യംസിന്റെ അടുത്ത പടത്തിന്റെ കൺട്രോളർ? ഒന്ന് പരിചയപ്പെടുത്തി കൊടുക്കണോ? വില്യം സാറ് സ്വഭാവം സാറിന് അറിയാലോ. സാറും വില്യം സാറും നമ്മൾ ഇരിപ്പുവശം അറിയാവുന്നതുകൊണ്ട് പറയാം. സാറൊന്ന് പറഞ്ഞാൽ ഞാൻ പറയാവുള്ളൂ. താൻ എന്നെ കണ്ട പോലെ ഒന്ന് അയാളെയും പോയി കാണും. അപ്പൊ ജയ്, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സാർ. വലിയ ഉപകാരം സാർ. സാർ, എൻ്റെ പേര് ജയ്. 1 മിനിറ്റ് ഈ കസേര എനിക്കൊന്ന് വേണം. സാറ്
അല്ല, വില്ലിയേട്ടൻ ഭയങ്കര ചൂടനാണെന്നും ഒരു പ്രത്യേക ക്യാരക്ടറാണെന്നും ഒക്കെ സിദ്ധു എന്നോട് പറഞ്ഞു. അപ്പം ഞാൻ അവനോട് പറഞ്ഞു, നീ വരണ്ട, ഞാൻ നേരിട്ട് പോയി മീറ്റ് ചെയ്തോളാന്ന്. വില്ലിയേട്ടൻ അടുത്ത ചെയ്യുന്ന സിനിമയിൽ എനിക്കൊരു റോള് തരണം. അതും വെറും ക്യാരക്ടർ റോളൊന്നുമല്ല, ഹീറോ. 4 വർഷത്തെ കൈമൈ അധ്വാനം, 14 വർഷത്തെ സ്വപ്നം, ഒരു ആയുഷ്കാലത്തിന്റെ കടപ്പാട്, ഇതൊക്കെയാണ് എൻ്റെ യോഗ്യത. ഒരൊറപ്പ് ഞാൻ തരാം, അങ്ങനൊരു തീരുമാനത്തിന്റെ പേരിൽ എവിടെയും നിങ്ങൾക്കൊരു ചീത്തപ്പേരുണ്ടാവില്ല. ആർക്കോ ഒഴിഞ്ഞു വെച്ച് ചീറ്റിപ്പോകുന്നേക്കാൾ നല്ലത് അത് ഞാൻ ചെയ്ത് ഭംഗിയാക്കുന്നല്ലേ സാർ? നീ കുടിക്കുവോ? ശീലമില്ല, പിന്നെ അല്ല, ഒരു മാന്യതയ്ക്ക് വേണ്ടി ചോദിച്ചതാണ്. നിന്റെ ഈ പാസ്പോർട്ട് ഉണ്ടോ? പെരുവിരൽ മുതൽ തല വരെ കിടുകിട വിറച്ചപ്പോഴും ഇല്ലാത്ത ധൈര്യം നന്നായി അഭിനയിച്ചതുകൊണ്ടാണോ അതോ ഭദ്രൻ സാറിന്റെ വാക്കിന്റെ ഗുരുത്വമാണോ? എന്റെ മനസ്സാഗ്രഹിച്ചത് വില്ലിയേട്ടൻ എനിക്ക് തന്നു. ഈ പാതിരാത്രിക്ക് ഇവിടെ വന്ന് നിൽക്കാന്ന് വല്ല നേർച്ചയുണ്ടോ? എത്ര രാത്രികൾ ഇങ്ങനെ ഇവിടെ വന്നിരിക്കുന്നു. പക്ഷെ അന്നൊന്നും ഇല്ലാത്തൊരു അഡ്രസ്സ് ഇന്നെനിക്കുണ്ടടാ. ഒരു നായകന്റെ അഡ്രസ്സ്. അത് ഈ മദ്രാശി സമ്മാനിച്ചല്ലേ. അപ്പോ അവളോട് നന്ദി പറയണ്ടേ? നീ ഇനി അങ്ങോട്ട് ഓർക്കേണ്ട ഒരേ ഒരു പേരേ ഉള്ളൂ. അത് ഈ സിനിമയുടെ നായികയുടെയാ, താര. ശ്രീദേവിക്ക് ശേഷം സൗത്ത് ഇന്ത്യയിലെ 4 ഭാഷകളിലെ ഏക ലക്കി സ്റ്റാർ ഇവളൊന്നേ ഉള്ളൂ. എമ്മാതിരി മാർക്കറ്റാ അവൾക്ക് ബോധിച്ച. നിന്നെ ചിലപ്പോൾ അവളങ്ങ് റെക്കമെൻഡ് ചെയ്ത് കളയും, പിന്നെ അത് തിരിഞ്ഞു നോക്കേണ്ടി വരില്ല. ഈ സിനിമ അവൾ കമ്മിറ്റ് ചെയ്തത് അവിടെ അപ്പൻ വിശ്വൻ സാറെ നിർബന്ധത്തിലാണ്. വിശ്വൻ സാറും നമ്മുടെ പടത്തിൻ്റെ പ്രൊഡ്യൂസർ ഡേവിഡ് ഈപ്പൻ സാറും തമ്മിലുള്ള ഒരു ഇരിപ്പുവശം അങ്ങനെ. പക്ഷേ ഒന്ന് മാത്രം ഈ സിനിമയിൽ നീ പ്രതീക്ഷിക്കണ്ട, പണം. കറക്റ്റ്. അതെങ്ങനെ എനിക്ക് മനസ്സിലായി? അളിയ, എത്ര പണം കൊടുത്താലും കിട്ടാത്തൊരു തുടക്കത്തിന് വേണ്ടിയല്ലേ നമ്മൾ ഇത്രയും ശ്രമിച്ചത്. അപ്പോൾ ഇനിയും മദ്രാസ് വിട്ട് പോകണമെങ്കിൽ നമ്മൾ കൊണ്ടേ പോകും.